ശക്തി. പരാതിയിൽ വിശദമായ അന്വേഷണം വേണം. ടിനി ടോം ഉപയോഗിച്ച ജിഹാദി അടക്കമുള്ള വാക്കുകൾ തമാശ രൂപേണ എന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമാണെന്നും കോടതി പറഞ്ഞു. നമസ്കാരം. നിങ്ങൾ ഈ വിഷയത്തിൽ അൻഷിബേന്റെ കൂടെയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടാ. കാരണം ഒരുപാട് അലഞ്ഞതാണ് ആ കുട്ടി. വേറെ ഒന്നുമല്ല, ജിഹാദി എന്ന് പറയുന്ന ഒരു വിളി നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേൾക്കുന്നവർക്കൊക്കെ തമാശയാണ്. അതായത് ടിനി ടോമും തമാശക്ക് വിളിച്ചു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ ടിനി ടോമിനെ അനുകൂലിച്ചുകൊണ്ട് വരുന്നവരും പറയുന്നുണ്ട് ജിഹാദി എന്നല്ലേ വിളിച്ചുള്ളൂ, തമാശയായിട്ട് വിട്ടൂടെ എന്ന്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഒരു മുസ്ലിമായ അൻഷിബ എന്ന് പറയുന്ന ഒരു യുവതിയെ വിളിച്ചതാണ് ജിഹാദി എന്ന്. ആ ജിഹാദി എന്ന് വിളിക്കുക മാത്രമല്ല, എന്തോ മതം മാറ്റാൻ നോക്കിയിരുന്നു അൻഷിബ. നിങ്ങളത് ആലോചിച്ച് നോക്കറാ. ഈ അൻഷിബ എന്ന് പറയുന്നതേ മതവുമായിട്ട് യാതൊരു ബന്ധമോ അങ്ങനെ കാര്യങ്ങളോ അങ്ങനെ ഭയങ്കരമായിട്ട് മതവുമായിട്ട് നടക്കുന്നതോ ദീനീ ബോധം ഭയങ്കരമായിട്ടുള്ള ഒന്നുമല്ല. എനിക്ക് തോന്നിയിരിക്കുന്നു അൻഷിബക്ക് കൃത്യമായിട്ടുള്ള മതമുണ്ട്, മുസ്ലിം മതമുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓവറായിട്ട് മതത്തെ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി പോയിട്ട് മതം മാറ്റാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊക്കെ എന്താ നമ്മൾ പറയേണ്ടത്? ഒരാളെ അവസാനമായിട്ട് നമുക്ക് ആക്രമിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്താണെന്നറിയാം. ഒന്ന് പെണ്ണ്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം. അതാണ്. അതായത് മതത്തിന്റെ പേര് പറഞ്ഞാൽ മതി. നീ ജിഹാദി അല്ലേ, നീ ഇങ്ങനെ ചെയ്തില്ലടാ, നീ അത് ചെയ്തില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ചിലപ്പോൾ കൊലപാതകം വരെ നടക്കും. അതാണ് ഈ ഒരു സംഭവം. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഇവൻ ജിഹാദിയാണ് അല്ലെങ്കിൽ ഇപ്പം മതം മാറ്റാൻ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തലപോലും കാണും. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. അതാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞ് തമാശയാണ്. തമാശ. നമ്മളെ ടിനി ടോമായിട്ട് എന്ന് പറഞ്ഞ് എല്ലാവരെ പറ്റി തമാശ പറയാം. അതായത് സ്ത്രീകളെ പറ്റിയിട്ട് തമാശ പറയാം, മറ്റുള്ളവരെ പറ്റിയിട്ട് തമാശ പറയാം. ഞാനൊരു തമാശ പറഞ്ഞല്ലേ, ഇതാണ് അങ്ങേരുടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് അങ്ങേരക്കെല്ലാം ഒരു തമാശയാണ്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അങ്ങേര് പണ്ട് മകന് സിനിമയിൽ വിടൂല എന്ന് പറഞ്ഞു. സിനിമയിൽ വിടാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അവിടെ കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രമുഖ നടൻ അഭിനയിക്കുന്ന സിനിമയിൽ നിന്നും എൻ്റെ മകനോട് പറഞ്ഞു പോണ്ടടാ എന്ന് പറഞ്ഞു. ശരി. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ മറുപടി കൊടുത്തു, നിന്റെ മോന്റെ വായിലാരും തിരികെ വെച്ച് കൊടുക്കത്തൊന്നുമില്ലടേ, മോന്റെ വായിൽ തിരികെ വെച്ചിട്ട് തിന്ന് പറയാ. ഇല്ല, അവന് വേണമെങ്കിൽ തിന്നാ മതി എന്ന് പറയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ്റെ തനി സ്വഭാവം പുറത്തു വന്നു. അതായത് ഒന്നാമത് തന്നെ ഇതിന് പോലീസ് പിടിച്ചു. രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കൻ തെറി വിളിക്കുന്ന വീഡിയോസ് മുഴുവനായി. അങ്ങനെ എല്ലാം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും കൊത്തിപ്പോയ പോലെയായിരുന്നു. അതാണ്. അതായത് വലിയ വായിൽ വന്ന് വർത്താനം പറഞ്ഞു തന്നെ എൻ്റെ മകൻ, എൻ്റെ കുടുംബം, എൻ്റെ ഇത് എന്നല്ല. എന്നിട്ട് എന്തായി ഇപ്പോൾ? എന്നിട്ട് എന്തായി? അതായത് ചെറുക്കൻ്റെ സ്വഭാവം എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഈ ടിനി ടോം എന്ന് പറയുന്നവൻ അതാണ്. അയാൾക്ക് എന്തൊക്കെയോ ഒരു വിചാരങ്ങളാണ്, അയാൾക്ക് എന്തൊക്കെയോ ഒരു ഭയങ്കര സംഭവമാണ്. അയാൾ ചില സമയത്ത് ചാരിറ്റിക്കെല്ലാം പോവും. ചാരിറ്റി അതെന്ന് വീഡിയോ എടുക്കും. അതായത് എന്തെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത് എല്ലാം സെറ്റിംഗ് ആണ്. അവിടെ നിന്ന് ആരെങ്കിലും ഒന്നും കുറഞ്ഞു വെക്കുന്നുണ്ടാവും, അയാൾക്ക് പോയിട്ട് ഒരു 10 രൂപ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 20 രൂപേൻ്റെ പ്രൊമോഷൻ എടുക്കുക. ഇതെല്ലാം പരിപാടി. അതായത് ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളും ഇതൊക്കെ ചെയ്തു പോകുന്ന ടിനി ടോം ഏട്ടൻ പിന്നീട് എന്ന് പറയാൻ അമ്മ സംഘടനയിൽ എന്തോ കൊണാണ്ടറാകാൻ കയറി. അവിടെ കയറിയപ്പോഴാണ് അൻഷിബേനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതിൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻഷിബയുടെ മുഖത്ത് നോക്കിയിട്ടല്ലെങ്കിലും നീന കുറുപ്പ് എന്ന് പറയുന്ന നടി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. നിന്നെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് അൻഷിബ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക പേടി സ്വപ്നമായിരുന്നു. അൻഷിബ എന്തെങ്കിലും വിളിച്ചു പറയുമോ, ഈ കാര്യങ്ങളൊന്നും അൻഷിബ എന്താ പറയേണ്ടത് ഒന്നും മനസ്സിൽ നിൽക്കൂല. അതായത് അവിടെ നടക്കുന്ന അഴിമതികളും കാര്യങ്ങളും ഇതെല്ലാം അൻഷിബ വിളിച്ചു പറയുന്നുണ്ട് എന്നുള്ള ഒരു ഇത് വന്നപ്പോഴേ എങ്ങനെയെങ്കിലും അൻഷിബയെ തകർക്കണം അല്ലെങ്കിൽ തളർത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഇവർ കൂട്ടുപിടിച്ചൊരു സംഭവമാണ് ജിഹാദി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതായത് ഈ ലക്ഷ്മി പ്രിയ, പിന്നെന്ന് പറഞ്ഞാൽ ശ്വേതാ മേനോൻ, അതുപോലെ തന്നെ നമ്മുടെ ടിനി ടോം, ഇവരൊക്കെ ശരിക്ക് ആ പശുവിൻ്റെ പിന്നെ ബാക്കിൽ നിന്ന് വരുന്നത് തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടാ. കാരണം അല്ല, ലക്ഷ്മി പ്രിയ ഉണ്ട്, ബാക്കി എല്ലാവരും അതിൻ്റെ അകത്ത് ചവിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പുള്ളിക്കാരൻ ആദ്യം ഒരിക്കൽ എന്തെങ്കിലും പിന്നെ നരേന്ദ്രമോദിനെ പറ്റി എന്തോ പറഞ്ഞു. അന്ന് ഭയങ്കര പ്രശ്നമായപ്പോൾ ഇയാൾ പോയിട്ട് മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം വന്നു, അന്നും മാപ്പ് പറഞ്ഞു. അങ്ങനെ മാപ്പ് പറഞ്ഞു ഇയാൾ ആ ഒരു വഴിക്ക് പോയോ എന്നറിയില്ല. ഈ ടിനി ടോം എന്ന് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് മാപ്പ് പറയും. കാരണം എന്താ അറിയാ, സത്യനെ പറ്റി ഇയാൾ ആന്നേ സത്യനെ പറ്റിയിട്ട് ഇയാൾ ഒരു കാര്യം പറഞ്ഞു. ഇടയ്ക്ക് സത്യനാണോ നസീറിനെയാണോ അറിയില്ല കേട്ടോ, നസീർ സാറിനെ പറ്റിയിട്ട് ഒരു കാര്യം പറഞ്ഞു ഇയാൾ. ഞാൻ ആവശ്യപ്പെട്ടു പോയായിരുന്നു. കാരണം ഇയാൾ എന്തൊരു വേണ്ടാതീനാണ് പറയുന്നത്. അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എടുത്തിട്ട് അലക്കൽ തുടങ്ങിയിന്. അവിടെ അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആൾക്കാരൊക്കെ വന്നിടാ, നീ ആരടാ നസീർ ഖാനെ വെച്ച് പറയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം വന്ന്. പിന്നെ നോക്കുമ്പോഴേക്ക് ഇയാളും എല്ലാ തടിയൂരെ ഞാൻ പറഞ്ഞു കേട്ടതാട്ടോ, എനിക്കറിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ മറ്റൊരു ഇതുണ്ടല്ലോ എമ്പുരാനേ എന്ന് പറഞ്ഞ ആ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ എടുത്തിട്ട് പിന്നീട് ഇതായി. ഏതായാലും
ഇയാൾക്കെതിരെ ഇപ്പോഴും ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒളിവിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്വേതാമേനോ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് നമ്മളെ പിഷു വരെ ഇതിനിടയ്ക്ക് 5 പേരെ വിളിച്ചു പറഞ്ഞു എഴുതി ഒപ്പിട്ട് തരണം, ഈ ടിനി ടോമിനെതിരെ കേസിന് പോയില്ല എന്ന്. അതുപോലെ തന്നെ ശ്വേതാമേനോനും ആവുന്നത്ര നോക്കിയിട്ടുണ്ട്. അങ്ങനെ പലരും നോക്കിയെങ്കിലും നമ്മുടെ ഝാൻസി റാണി ഉണ്ടല്ലോ, ആര്, അൻഷിബ, ഒറ്റ തന്തക്ക് പറഞ്ഞ അൻഷിബ പറഞ്ഞു പോയിട്ട് പണിയുണ്ടോ നോക്ക്, എനിക്ക് കിട്ടേണ്ട നീതി കിട്ടണം. കാരണം അത് നേരല്ലേ, ഒരു മനുഷ്യന് അവകാശപ്പെട്ടാണ് ആ നീതി. അൻഷിബ എന്ന് പറയുന്ന ആ ഒരു യുവതിക്ക് അവകാശപ്പെട്ട നീതി വാങ്ങിച്ചെടുക്കാൻ അവരെന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും, അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അങ്ങനെ ഏതായാലും അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊന്നും തന്നെ ഇവർ പെട്ടുപോയി. അങ്ങനെയാണ് ഇപ്പോൾ കേസ് പോയിരിക്കുന്നത്. കേസിൽ ജാമ്യമില്ല, വാറണ്ട്. അതായത് ഇനിയും അറിയില്ലട്ടാ, കാരണം ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഇയാൾക്ക് ഒരുപാട് ഗ്യാങ് ഉണ്ട് അവിടെ. അതാണ് ഇയാൾ അറിയപ്പെടാത്ത ഒരു എന്താ പറയണ്ട ഒരു വലിയ ഒരു ഇതാണ്. കാരണം ഒരുപാട് ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അൻഷിബേനെ കുറേ പേടിപ്പിക്കാൻ നോക്കി, നല്ല രീതിയിൽ അൻഷിബേനെ പേടിപ്പിക്കാൻ നോക്കി. അൻഷിബ പറഞ്ഞു ഇത് ജെൻസ് വേറെയാ മോനെ, നീ വേറെ പോയി കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെയാണ് ഇയാളുടെ കിളി പോയത് എന്നാണ് പറയുന്നത്. മമ്മൂട്ടിയൊന്നും ഈ പഠിപ്പിക്കുകയില്ല. ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടീൻ്റെ ചില സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂട്ടി ഡബിൾ വേഷമെല്ലാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഏൽപ്പിക്കുക. പിന്നീട് ഇയാൾ പറയാൻ തുടങ്ങി മമ്മൂട്ടിക്ക് അഭിനയം അറിയില്ല, ഞാനാണ് അഭിനയിച്ചത്, ഞാനാണത്, മമ്മൂട്ടിക്ക് എന്താ അഭിനയം അറിയാൻ എന്നുള്ള തരത്തിലായപ്പോൾ മമ്മൂട്ടി നേരെ ചൊട്ടിയിട്ട് വെളിയിലേക്ക് കിട്ടു, വേണ്ട നീ വേണ്ടെന്ന് പറഞ്ഞാണ്. അങ്ങനെയാണ് എല്ലാവരെയും പൊറപ്പിക്കും, ഒരാളെ പോലും പൊറപ്പിക്കൂല. അങ്ങനെ ആ ഒരു വാർത്ത നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഏതായാലും പുലിക്കുട്ടിയാണ് നമ്മുടെ അൻഷിബ. കോടതി പരാതിയിൽ വിശദമായ അന്വേഷണം വേണം. ടിനി ടോം ഉപയോഗിച്ച ജിഹാദി അടക്കമുള്ള വാക്കുകൾ തമാശ രൂപേണ എന്ന പോലീസ് റിപ്പോർട്ട് അപൂർണമാണെന്നും കോടതി പറഞ്ഞു. ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചു. ശരണിനോട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, പോലീസ് തമാശയ്ക്ക് കണ്ടതാണ്, കോടതി എത്ര തമാശിക്കുന്നില്ല അല്ലേ? ഇതത്ര തമാശയല്ല എന്നാണോ കോടതി പറയുന്നത്? അതായത് ഇത് അത്രത്തോളം ഒരു തമാശയില്ല ഒരു കാര്യമല്ല. അൻഷിബ എന്ന് പറയുന്ന യുവതി ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ നല്ല രീതിയിൽ വേദനിച്ചിട്ടുണ്ട്, വിഷമിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി കരഞ്ഞിട്ട് പോലും ഉണ്ടാവും. അത്രമാത്രം ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും അവർ കടന്നുപോയിട്ടുണ്ടാവുക. അതായത് ഈ വിളിയും ജിഹാദി എന്ന് പറയുന്ന വിളിയും കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയേണ്ടത്, എന്താ പറയുക ഇപ്പം അവരോട്, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഏതായാലും ടിനി ടോം എന്ന് പറയുന്നവൻ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3G ആയിട്ടുള്ളത്. ഇനി വൈകാതെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മാപ്പും കോപ്പെല്ലാം നമുക്ക് കിട്ടും. അവൻ ഈ അൻഷിബയോട് എന്തുകൊണ്ടാണ് മാപ്പ് പറയാതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം സാധാരണ ഇവൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എല്ലാവരെയും പോയിട്ട് തലവെച്ച് കൊടുക്കും, അവിടുന്ന് പിന്നീട് എന്ന് പറഞ്ഞാൽ മാപ്പ് പറയും. മാപ്പ് പറഞ്ഞിട്ട് ഊരല്ലാന്ന് ഇവൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പം അൻഷിബേൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണോ മാപ്പ് പറയാത്തത്, അല്ല അൻഷിബയോടൊക്കെ മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ തലയുയർത്തി നടക്കുക, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പോലും ഇല്ലാത്ത ഒരു ആർട്ടിസ്റ്റ് അല്ലേ എന്നുള്ള ഒരു വിചാരമുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ പുള്ളിക്കാരൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിവിലാണ്, എവിടെയാണെന്നുള്ള ഒരു വിചാരവും ഒരു വിവരവും ഇല്ല. ഇനി അത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇനി ഇവൻ്റെ എമ്പുരാനൊക്കെ നമുക്ക് ജയിലിൽ കിടന്ന് കാണാം. ആ എമ്പുരാനെ ജയിലിൽ കിടന്ന് കാണാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ. നന്ദി, നമസ്കാരം.